നിതിൻ അംബുജനുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു കൊച്ചിയിൽ. വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട്. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. നഗരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നിപ്പോൾ അല്പം മഴയുടെ ശക്തിയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നഗരത്തിലും അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളിലും ശക്തമായ മഴ, കോതമംഗലം, പിറവം അടക്കമുള്ള പ്രദേശങ്ങളിലും തന്നെ ശക്തമായ മഴ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് ഇന്നിപ്പോൾ അല്പം മഴയ്ക്ക് ഒരു കുറവ്, ശക്തിയിൽ അല്പം കുറവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിർത്താതെ ഇപ്പോഴും പെയ്യുകയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രത നിർദ്ദേശം. കാരണം കഴിഞ്ഞ 6 ദിവസങ്ങളെല്ലാം തന്നെ അതിശക്തമായ മഴ അനുഭവപ്പെട്ടപ്പോൾ ഈ പ്രദേശങ്ങളിൽ കണ്ണമാലി, നായരമ്പലം അടക്കമുള്ള സ്ഥലങ്ങളിൽ, ചെല്ലാനം അടക്കമുള്ള സ്ഥലങ്ങളിൽ കടൽക്കയറ്റം ഉണ്ടായിരുന്നു. വീടുകളെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജനജീവിതം ദുസ്സഹമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും പ്രതിഷേധം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ പ്രതിഷേധം ഇപ്പോഴും ഈ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫണ്ട് അനുവദിച്ചിട്ടും അതിന് ശാശ്വത പരിഹാരം ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ജില്ലയിൽ മഴക്കെടുതികൾ കാര്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തു. 213 വീടുകൾ തകർന്നു. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇന്നലെ മാത്രം 2 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം കുമ്പളത്തും ചെറായിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ ജില്ലയിലെ വെള്ളക്കെട്ട്, നഗരത്തിലെ വെള്ളക്കെട്ടിൽ അല്പം കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ വീണ്ടും ഈ വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. നിതിൻ അംബുജൻ കൊച്ചിയിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു.